നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തിയപ്പോൾ പോലും ശ്രീലേഖയെ ഒന്ന് പരിചയപ്പെടുത്തുവാൻ BJPക്ക് കഴിഞ്ഞില്ല. BJP കോർപ്പറേഷൻ പിടിച്ചെടുക്കുവാൻ സഹായപരമായതും മുൻ മേയറാക്കാണെന്നും വാക്ക് കൊടുത്ത ശ്രീലേഖയുടെ വിമ്മിഷ്ടം കിടക്കുന്നിടയിൽ വീണ്ടും BJPയുടെ 8ന്റെ പണിയാണ് ശ്രീലേഖയ്ക്ക് കിട്ടുന്നത്. ശ്രീലേഖ വിമ്മിഷ്ടം കൊണ്ട് കേരളീയ മലയാളിയോട് തുറന്നു പറയാതെ ചവച്ചിട്ട് തുപ്പാനും വയ്യ, ഇറക്കാനും വയ്യ. BJP ഒരു കറിയാപ്പല പോലെ അവരെ ഉപയോഗിച്ചിട്ട് മാറ്റി നിർത്തിയിരിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരും നരേന്ദ്രമോദി വന്നപ്പോൾ ഒരു വേദിയിൽ ശ്രദ്ധിച്ചു കാണും. എല്ലാവരെയും നേരത്ത് ഷാളുണ്ടായിരുന്നു. ശ്രീലേഖയുടെ കഴുത്തിൽ ഷാളില്ലായിരുന്നു. ഒരു കറിക്കിടുന്ന കറിയാപ്പല പോലെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തുപ്പിക്കളയുന്നത് പോലെ മാറി നിന്ന ശ്രീലേഖ, ഒരു മേയർ ആവാനുള്ള യോഗ്യത ആവാനുള്ള ശ്രീലേഖ ഇന്ന് കറിയാപ്പല പോലെ ഒരേ ദിവസങ്ങളും ഒരേ രംഗത്തും അതിർത്തി അകന്നു നിൽക്കുകയാണ്. നമുക്കറിയാം, കൗൺസിലർ സ്ഥാനത്ത് ഒരിക്കലും ശ്രീലേഖ മീഡിയയോട് പറഞ്ഞേ, ഞാൻ ഇത് പ്രതീക്ഷിച്ചല്ല വന്നത്, ഒരു കൗൺസിലർ സ്ഥാനം പ്രതീക്ഷിച്ചല്ല, ഒരു മേയർ സ്ഥാനം തന്നെ പ്രതീക്ഷിക്കാമെന്ന് അവരോട് BJP വാക്ക് കൊടുത്ത് ആ തെറ്റിച്ചിട്ടും BJPയുടെ തെറ്റും ശരിയെല്ലാം ക്ഷമിച്ച് കടിച്ചു പിടിച്ച് ശ്രീലേഖ വീണ്ടും ദിവസങ്ങൾ തുടർന്നു. തിരുവനന്തപുരത്ത് വികസനത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്ത് 23/1/2026 നരേന്ദ്രമോദി എത്തിയപ്പോൾ പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദി വരുമ്പോൾ മുൻതൂണ നിർത്തേണ്ട ശ്രീലേഖയെ കറിയാപ്പല പോലെ മാറ്റി നിർത്തിയ BJPക്ക് ഒരു 8ന്റെ പണി വരും. കാത്തിരുന്നോ, കാണാം. ശ്രീലേഖ ആരാണെന്ന് നിങ്ങൾ തിരിച്ചറിയും. അന്ന് കാണാം. ബൈ.